ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുടെയൊക്കെ ഒരു സമാഹാരമുണ്ട്. അതിലൊരു ചെറുകഥയുണ്ട്, ഹക്കൽദാമായിൽ പൂക്കൾ വിടരുമ്പോൾ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, ഈശോ വീണ്ടും യൂദാസിനെ കണ്ടാൽ, തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ ഈശോ വീണ്ടും കണ്ടാൽ എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പ്രമേയം. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് 5ലോ 6ലോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് മലയാളം പഠിപ്പിച്ച സാറ് ഈ ഹക്കൽദാമായിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നും ആ പേരെൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട്, ഹക്കൽദാമായിൽ പൂക്കൾ വിടരുമ്പോൾ ഈശോ വീണ്ടും യൂദാസിനെ കണ്ടാൽ. സാർ അന്നത്രേ പറഞ്ഞോളൂ ഇതിനെക്കുറിച്ച്. എന്നിട്ട് മറ്റൊരു പാഠം പഠിപ്പിച്ച സാറങ്ങൾ പോയി. ഈ ഹക്കൽദാമ എന്ന പേര് നമുക്ക് വളരെ പരിചിതമാണ്. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു, ആ പണം കിട്ടി. പക്ഷേ ഈശോ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ യൂദാസ് ഈ പണം കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ പോയി പുരോഹിതന്മാർക്കും അന്നത്തെ ഫരിസേയർക്കും എറിഞ്ഞു കൊടുക്കും. നിഷ്കളങ്ക രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് ആ പണം സൂക്ഷിച്ചു വെച്ചിട്ട് വിദേശികളെ അടക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങി. രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള പേരിൽ അത് ഹക്കൽദാമ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് നമ്മുടെ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ വീണ്ടും യൂദാസിനെ കണ്ടാൽ എന്നുള്ള ആ സബ്ജക്റ്റ് MD വാസുദേവനെ സംബന്ധിച്ചൊരു ഭാവനയാണ്. കാരണം യൂദാസ് ഏതാനും മണിക്കൂറുകൾ ഇതിന് മരിച്ചു നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വരുന്നൊരു കഥയാണ് അത് ഞാനിതുവരെ വായിച്ചിട്ടില്ല, വായിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അന്ന് സാറ് പറഞ്ഞൊരു ഓർമ്മക്കുറിപ്പ് മാത്രമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യൂദാസ് ഈശോയെ കണ്ടുവോ എന്നുള്ളതല്ല, പകരം പഴയ നിയമത്തിൽ ഈശോയെ കണ്ട ഒരു മനുഷ്യനാണ് നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. ബൈബിളിൻ്റെ ഓരോ താളുകളിലും ഈശോ എങ്ങനെ മറഞ്ഞു നിൽപ്പുണ്ട്. യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ബൈബിൾ എഴുതപ്പെട്ടത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞു, ചത്തുമേന എന്ന മനുഷ്യനെ മാനസാന്തരപ്പെടുത്തിയത് ബൈബിളിൽ ഇങ്ങനെ ഓരോ പേജുകൾ ഇങ്ങനെ പകർത്തി എഴുതിയപ്പോൾ അതിലെല്ലാം ഈശോ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത്. ലോകത്തെ ഏത് പുസ്തകം വായിച്ചാലും ഒരുപിടി ആശയങ്ങളിലെത്തുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരുപിടി ആശയങ്ങളിലല്ല, പകരം ഒരു വ്യക്തിയിലേക്കാണ് നമ്മുടെ ജീവിതം എത്തിപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈശോയെ അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ബൈബിളിൽ പഴയ നിയമത്തിൽ ഈശോ അബ്രാഹത്തെ കണ്ടുപെടുന്നൊരു ഭാഗം ബൈബിളിലുണ്ട്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഈശോ തന്നെ ഇത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു, അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവന്നോ? യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ല് കൊടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിന് പുറത്തു പോയി. ഇവിടെ ഈശോ പറയാണ്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. 2000 അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാം ഉണ്ടായിരുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട സമയത്ത് ഈശോ പറയാണ്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഒരു ക്രമാറ്റിക് എറർ ആ വീടിലുണ്ട്. ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പറയും. ഈശോ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്, പഴയ നിയമത്തിൽ നമുക്ക് ഈശോയെ കാണണ്ടേ? അബ്രഹാമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് ഈശോയെ കണ്ടെത്തണ്ടേ? നമ്മൾ അതിനൊരു ശ്രമമാണ്. ഇതിന് പശ്ചാത്തലം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ്. അവിടെ സോദോം ഗൊമോറ പ്രദേശങ്ങളെ കുറച്ച് രാജാക്കന്മാർ ഒന്നിച്ചേർന്ന് ആക്രമിക്കുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ സഹോദരപുത്രൻ ലോത്ത് താമസിക്കുന്ന ഈ സോദോം ഗൊമോറയിലാണ്. അപ്പോൾ സോദോം ഗൊമോറ കുറച്ച് രാജാക്കന്മാർ ചേർന്ന് ആക്രമിക്കുമ്പോൾ, അവരെ കീഴടക്കുമ്പോൾ ഈ സോദോം ഗൊമോറയിൽ നിന്ന് ലോത്തിനെയും പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതും അറിഞ്ഞിട്ട് അബ്രഹാം തൻ്റെ കൂടെ പയറ്റി തെളിഞ്ഞ 318 പേരോട് കൂടെ ചേർന്നിട്ട് പോയിട്ട് ഈ രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെ വീണ്ടെടുത്ത് വരുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ലോത്തിനെ വീണ്ടെടുത്ത് വിജയശ്രീലാളിതമായിട്ട് തിരിച്ചു വരുമ്പോൾ അബ്രാഹത്തെ സ്വീകരിക്കാൻ വേണ്ടി 2 രാജാക്കന്മാർ വരും. അതിൽ ഒരു രാജാവിൻ്റെ പേര് ഒരു രാജാവ് ഈ സോദോം രാജാവ് തന്നെയാണ്. രണ്ടാമതൊരു രാജാവുണ്ട്. ആ രാജാവിനെ കുറിച്ചാണ് നമ്മൾ ഉൽപ്പത്തി 14-18 നമ്മൾ വായിക്കുന്നുണ്ട്. സാലേം രാജാവായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. സാലേം രാജാവായ ശാലോം സമാധാനത്തിൻ്റെ രാജാവ്. സാലേം രാജാവായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെ ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാഹാം എല്ലാറ്റിനും ദശാംശം അവന് കൊടുത്തു. ശ്രദ്ധിക്കണേ, ഇപ്പം നമ്മളിത് കണ്ടത് ഉൽപ്പത്തി 14-18 ഇതിൻ്റെ ഇണവചനമുണ്ട്. അത് ഹെബ്രായർ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹെബ്രായർ ലേഖനം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇതിൻ്റെ ഇണവചനമാണ്. ഒരു വചനത്തെ മറ്റൊരു വചനം കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ച് വ്യക്തമായി കിട്ടുന്നത്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു:
രാജാക്കന്മാരെ വധിച്ച ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനും മെൽക്കിസേദെക്ക് അവനെ അനുഗ്രഹിച്ചു. സകലത്തിന്റെ ദശാംശം അബ്രാഹാം അവന് നൽകി. അവന്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലേമിന്റെ ഹൈഫനിട്ട് സമാധാനത്തിന്റെ രാജാവെന്നുമാണ് അർത്ഥം. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. തൊട്ടടുത്ത വാക്കാണ് ദൈവപുത്രന്റെ സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. കണ്ടോ, അവന് പിതാവില്ല മാതാവില്ല. മെൽക്കിസേദെക്കിന് വംശപരമ്പരയില്ല. അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രന്റെ സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. ഈശോയാണിത്. ഈശോയെക്കുറിച്ച് കൃത്യമായിട്ട് പഴയ നിയമത്തിൽ തരുന്ന ഒരു സൂചനയാണിത്. ഈശോ മനുഷ്യനെ അവതരിക്കുന്ന മുൻപ് അബ്രാഹത്തെ മെൽക്കിസേദെക്ക് പുരോഹിതനെ പോലെ പോയി കാണുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് ഹെബ്രായരുടെ ലേഖനം നമ്മൾ വായിക്കുന്നതാണ് ഈ ഭാഗം. നമുക്കറിയാം, വെളിപാടിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആദിയും അന്തവുമാണ്, ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമത്തിനും ഒടുവിലത്തിനുമാണ്. വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളതുപോലെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഭാവി രാജാവ്, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനന്റെ രാജാവ് എന്നവനും വിളിക്കപ്പെടും. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവനും വിളിക്കപ്പെടും. അവിടെ ശാലോം, സമാധാനത്തിന്റെ രാജാവ്. ഇത് ഈശോയെക്കുറിച്ചാണ്. അവിടെ പഴയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം, പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു വെറും ഒരു കഥാപുസ്തകമാണ്. ഇതൊരു നിധി പുസ്തകമാണ്, നിധിയാണിത്. കാരണം ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 വായിക്കുന്ന കർത്താവിനെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. അതായത് ദൈവവചനത്തെ നമ്മളിങ്ങനെ ആർത്തിയോടെ ഇതിങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ ഇതിനിങ്ങനെ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ പുസ്തകം ഒരു നിധിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പഴയ നിയമത്തിൽ പുതിയ നിയമം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നു, പുതിയ നിയമം പഴയ നിയമത്തിൽ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നു. അതായത് ഓരോ പുസ്തകത്തിൻ്റെ താളുകളിലൊക്കെ ഈശോ ഇങ്ങനെ മറഞ്ഞു നിൽപ്പുണ്ട്, യേശു ക്രിസ്തു മറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളിത് മനസ്സിലാക്കി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ തെളിച്ചം നമുക്കുണ്ടാകുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് ഈശോയെ കണ്ടുമുട്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.